ശ്രീ സജിമോൻ ആന്റണി ചേരുന്നുണ്ട് അമേരിക്കയിൽ നിന്ന്. ശ്രീ സജിമോൻ ആന്റണി, ട്രംപിന്റെ രണ്ട് പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. ഒന്ന് കഴിഞ്ഞ ദിവസത്തേതാണ്, എണ്ണവില കൂടുന്നുണ്ട്, അത് താഴ്ന്നോളും യുദ്ധം തീരുമ്പോൾ. ഇങ്ങനൊരു ഒഴുക്കൻ മട്ടിലാണ് ട്രംപിന്റെ ഇക്കാര്യത്തിലെ മറുപടി. പിന്നെ യുദ്ധം തീർക്കുന്നതിനെ പറ്റിയുള്ള കാര്യം ചോദിച്ചപ്പോൾ ഇസ്രായേലാണ് അത് തീരുമാനിക്കുന്നത്, അവർക്കത് തോന്നുന്ന സമയത്ത് യുദ്ധം നിർത്തും എന്നുള്ള കാര്യം കൂടി പറയുകയുണ്ടായി. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? ഗൾഫിലേക്ക് ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കുന്നുണ്ട് ഇറാൻ ഇപ്പോൾ. മഞ്ജുഷ, ട്രംപിന്റെ പ്രസ്താവനയും ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ ലൈറ്റ്ലി ടച്ച് ചെയ്യുന്നതും കമ്പയറബിൾ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജീവഹാനി കുറഞ്ഞു, നമുക്ക് ചെറിയൊരു റേ ഓഫ് ഹോപ്പ് 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. കാരണം ഇറാന്റെ പ്രസിഡന്റ് ഒരു അപ്പോളജി നൈബറിംഗ് സ്റ്റേറ്റിനോട് കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു എൻഡ് ഓഫ് ദ ടണൽ കാണുവാണ് എന്ന് വിചാരിച്ചു. എന്നാൽ അതല്ല എന്നുള്ളതാണ് വീക്കെൻഡ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് വരുന്നത്. എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ക്വിക്കിൽ നോക്കാം. അതായത് ഈ ഒരു വാർ പ്ലാന് അമേരിക്കയുടെയും ട്രംപിന്റെയും ഇസ്രായേലിന്റെയും ജോയിന്റ് വെഞ്ചർ അവരുടെ എങ്ങനെയാണോ ഇത് ഈ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് പോയിരിക്കുന്നത്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇറാനിന്റെ ലീഡർഷിപ്പിന്റെ ഡിക്യാപിറ്റലൈസേഷൻ ആയിരുന്നു, അത് ചെയ്തു കഴിഞ്ഞു. പിന്നെ മിലിറ്ററി അസറ്റ്സ് ഹെവി ബോംബാർഡ്മെന്റ് ചെയ്ത് അതിനെ ഒതുക്കുക അല്ലെങ്കിൽ തകർക്കുക എന്നുള്ളതായിരുന്നു. ഒരു പരിധി വരെ വിജയിച്ചു കഴിഞ്ഞ് തേർഡ് ലെയറിലേക്ക് വരുമ്പോഴാണ് ഇൻഫ്രാസ്ട്രക്ചർ അറ്റാക്ക്. ഇപ്പൊ നമ്മൾ കാണുന്നത് ഇറാന്റെ ഇൻഫ്രാസ്ട്രക്ചർ അമേരിക്കയും ഇസ്രായേലും ആക്രമിക്കുന്നു. അതോടൊപ്പം ഇറാനും അവരെ കൊണ്ട് പറ്റുന്നത് പോണക്ക് ഒരു പരിധി വരെ തിരിച്ചും സൗദിയുടെ അല്ലെങ്കിൽ ബഹറിന്റെയും അല്ലെങ്കിൽ മറ്റ് അയൽ രാജ്യങ്ങളുടെ ഒക്കെ ഇൻഫ്രാസ്ട്രക്ചർ കളയുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, ജീവഹാനി കുറഞ്ഞു എന്ന ജീവിത ഭാരം അല്ലെങ്കിൽ ജീവിത ദുരിതം കൂടുന്നു എന്നുള്ളത്. ഇനി ഒരു ക്ലാരിറ്റിയും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മുമ്പ് പറഞ്ഞ സഹപാനലിസ്റ്റോട് ചെറിയൊരു ഡീവിയേഷൻ ആണത്. അതായത് എല്ലാം ശരിയാണ് അല്ലെങ്കിൽ എന്താ പറഞ്ഞത്, നമ്മുടെ ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഉണ്ട്, 2 മാസത്തെ റിസർവ് ഉണ്ട്, 3 മാസത്തെ റിസർവ് ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. എന്നാൽ അതിനോടൊപ്പം ഈ പറയുന്നത് മീൻസ് റിസർവ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത്? ലോകത്തിലെ എനിക്ക് തോന്നുന്ന ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു ഓയിൽ ക്രൈസിസ് ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 2 രീതിയിലാണ് വരുന്നത്. ഒന്ന്, ഹോർമസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം ലോജിസ്റ്റിക് കംപ്ലീറ്റ് നിലച്ചു, അതായത് 20% സപ്ലൈയെ ബാധിച്ചു എന്നത് മാത്രമല്ല, ഓയിൽ പ്രൊഡക്ഷൻ ആ ഒരു സോഴ്സിൽ തന്നെ ഇല്ലാതാവുകയും അല്ലെങ്കിൽ നിർത്തിവെക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പം നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബഹ്റിൻ ഗവൺമെന്റ് ഫോഴ്സ് മജൂറി ഡിക്ലെയർ ചെയ്ത് എനിക്ക് തോന്നുന്നു ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്. എന്താണ് ഫോഴ്സ് മജൂറി? കാരണം അവർക്ക് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ സപ്ലൈസിന് ഉണ്ടെങ്കിൽ അവർക്ക് ലീഗലി അത് പാലിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഡിക്ലറേഷനാണ് അത് വരുന്നത്. അപ്പം അത് ചൂണ്ടിക്കാണിക്കുന്നത് എനർജി ഓയിൽ ക്രൈസിസ് എന്തുമാത്രം ആഴത്തിലുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് സപ്ലൈയെ ബാധിക്കും, ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ ബാധിക്കത്തില്ല, നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം 2 months 3 months സോഴ്സ് അല്ലെങ്കിൽ റിസർവ് ഉണ്ട്, അതെടുത്ത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റത്തുമില്ല ഗവൺമെന്റിന്. രണ്ടാമത്തേത്, അത് യൂസ് ചെയ്താലും ഇല്ലേലും എനർജിയുടെ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത് ലോക്കൽ അല്ല, റീജിയണൽ ഫാക്ടേഴ്സ് അല്ല, അറബ് കൺട്രീസ് മാത്രമല്ല, വെനസ്വേല മാത്രമല്ല, അമേരിക്ക മാത്രമല്ല, അല്ലെങ്കിൽ യൂറോപ്പ് അല്ലെങ്കിൽ റഷ്യ മാത്രമല്ല. കാരണം അതൊരു ഇന്റർനാഷണൽ ട്രേഡ് ആണ്. ആ ഇന്റർനാഷണൽ ട്രേഡിൽ എവിടെയൊക്കെ ഡിസ്ട്രപ്ഷൻ ലോജിസ്റ്റിക്കലി വന്നാലും സപ്ലൈ ചെയിനിൽ വന്നാലും അല്ലെ പ്രൊഡക്ഷനിൽ വന്നു കഴിഞ്ഞാലും ആ ഓയിലിന്റെ പ്രൈസ്, ഗ്യാസിന്റെ പ്രൈസ് കൂടുക മാത്രമേ ഉള്ളൂ. ഇനീഷ്യലി നമ്മളൊക്കെ പലരും വിചാരിച്ചു അമേരിക്ക ഈ യുദ്ധത്തിന് പോരുമ്പോൾ അമേരിക്കയ്ക്ക് നഷ്ടമൊന്നും വരുന്നില്ല, കാരണം ഓൾറെഡി വെനിസ്വലയിൽ നിന്നുള്ള ഓയിലും ഗ്യാസും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അപ്പം ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഡിപ്പെൻഡൻസി വേണ്ട. അല്ലെങ്കിൽ അതോടെ തന്നെ ഇവിടുത്തെ ഇലക്ഷൻ ക്യാമ്പിൽ പറയുകയാണെങ്കിൽ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓയിൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ അമേരിക്കയാണ്. സോ വി ആർ നോ മോർ ഡിപ്പെൻഡിങ് ഓൺ ഗൾഫ് കൺട്രീസ്. 60കളിലും 70കളിലും 80കളിലെ സിറ്റുവേഷൻ അല്ല എന്നുള്ള ഇതായിരുന്നു. എന്നാൽ എന്താണ് ഫാക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞതാണ് ഫാക്ട്. ഓയിൽ ട്രേഡ് ഒരു ഇന്റർനാഷണൽ ട്രേഡ് ആണ്. ലോകത്തിൽ എവിടെ സപ്ലൈയില്, പ്രൊഡക്ഷനില്, ലോജിസ്റ്റിക്കില് ഒരു ഡിസ്റപ്ഷൻ ഉണ്ടായാൽ അതിന്റെ പ്രൈസ് കൂടും. അമേരിക്കയ്ക്ക് ഇതിനകത്ത് ഒരു പ്രൈസിന്റെ കാര്യത്തിൽ ഒരു മുക്തിയില്ല. അതിന്റെ റിഫ്ലക്ഷൻ ഇവിടുത്തെ പെട്രോൾ പമ്പിലും കണ്ടു കഴിഞ്ഞു. കാരണം ഞങ്ങളുടെ പ്രസിഡന്റ് ട്രംപ് എപ്പോഴും ടൗട്ട് ചെയ്യുന്നതായിരുന്നു, അല്ലെങ്കിൽ അഭിമാനത്തോടെ പറയുന്നതായിരുന്നു, ഓയിൽ പ്രൈസ് $2 താഴെയാണ് എന്ന് പറയുകയാണെങ്കിൽ ആസ് വി സ്പീക്ക് നൗ $3.5 ടച്ച് ചെയ്തിരിക്കുന്നു. അതായത് ഒരു സിഗ്നിഫിക്കന്റ് റൈസ് ആണ് അവിടെ വരുന്നത്. അതുപോലൊക്കെ തന്നെ ഈ ഓയിലിനെ സംബന്ധിക്കുന്നത് മാത്രമല്ല, നമ്മുടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റിനകത്തും, അത് അമേരിക്കയുടെ മാത്രമല്ല ഇന്ത്യയുടെയും ലോകമാകമാനമുള്ള ഡിസ്ക്രിപ്ഷൻ ഇതിനു മുമ്പ് പറഞ്ഞ പാനലിസ്റ്റോട് ചോദിച്ചുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുക മാത്രമാണ്. ഫോർ എക്സാമ്പിൾ ഡൗ ജോൺസ് ഇൻഡസ്ട്രി 6 to 7% ഓൾറെഡി ഡൗൺ ആയി. അപ്പൊ ആ ലോസ്റ്റ് മണി, ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ ലോസ്റ്റ് മണി ഇസ് ലോസ്റ്റ് മണി, അത് നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മൂന്നാമത്തെ ഒരു പോയിന്റ് പറയാനുള്ളത്, എന്താണ് അമേരിക്കയുടെ സ്ട്രാറ്റജി? അമേരിക്കയ്ക്ക് 2 സ്ട്രാറ്റജിയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണിക്കുന്നത്. ഒന്ന്, ഇപ്പം നിഷ്പ്രഭമാക്കി ഇറാൻ നിൽക്കുകയാണ്. ആ സമയത്ത് ടേക്ക് ദ ക്രെഡിറ്റ് ആൻഡ് മൂവ് ഔട്ട്, അതാണ് ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പോയിന്റ് പറയുന്നത്. രണ്ടാമത്,
കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് അല്ലെ സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ നിന്ന് തന്നെ അല്ലെങ്കിൽ ലോകത്ത് നിന്ന് പല ലീഡർഷിപ്പിൽ നിന്നും വരുന്നുണ്ട്. അതായത് റെജീം ചേഞ്ച്. ചിലപ്പം പറയുന്നു ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് വരാൻ പോലെ. ഇന്നലെ വാച്ച് ചെയ്തപ്പോൾ നമുക്ക് തോന്നി ഇനി മൂവ്മെന്റ് അമേരിക്ക ഡിക്ലെയർ ചെയ്യും, അല്ലെ ഇസ്രായേൽ ഡിക്ലെയർ ചെയ്യുന്നു. ഡിഫൻസ് വാർ മിനിസ്റ്റർ പീറ്റ് ഹെക്സത്തിനെ കോട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നു ഇങ്ങനെയുള്ള സ്ട്രാറ്റജികളിൽ മീഡിയയിലല്ല ഞാൻ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ പബ്ലിക്കിനോട് പറയേണ്ട കാര്യമില്ല, അത് ആ സ്ട്രാറ്റജി അനുസരിച്ച് നടക്കും എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പം ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ ഈ യുദ്ധം നീണ്ടുപോകും. അങ്ങനെ വരുമ്പം അമേരിക്കയിൽ തന്നെ ചെറിയൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് മീൻസ് 2 മാസം വരുമ്പോൾ പ്രസിഡന്റ് ട്രംപിന് എക്സിക്യൂട്ടീവ് പവർ അനുസരിച്ച് ഈ യുദ്ധം മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. 2 മാസത്തിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ US കോൺഗ്രസിന്റെ അംഗീകാരം വേണം. അതിന് ഡെമോക്രാറ്റിക് പാർട്ടി കഴിഞ്ഞ ആഴ്ച ഒരു തടയിടാൻ നോക്കിയായിരുന്നു, അത് സക്സസ്ഫുൾ ആയില്ല. കാരണം ഇപ്പോഴത്തെ അമേരിക്കൻ വികാരം യുദ്ധത്തിന് ഇറങ്ങിയാൽ അത് ജയിച്ചിട്ട് പോരണം എന്നുള്ളൊരു ഒരു വികാരമാണ് ഉള്ളത്. ഒന്ന്. രണ്ടാമത്തേത്, ലോകത്തിലുള്ള എല്ലാ ഭരണാധികാരികളും എല്ലാ ജനങ്ങളും ഒരു 90% ആൾക്കാരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇറാന്റെ കറന്റ് അഡ്മിനിസ്ട്രേഷൻ പോകണം. അതൊരു ബ്രൂട്ടൽ റെജീമാണ്. 30,000 അത് 40,000 ഡിഫറെന്റ് ന്യൂസ് ഏജൻസികളുടെ പറയുന്നത് ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. ഏതായാലും 30,000-നും 40,000-നും ഇടയ്ക്ക് ആൾക്കാരെ അവർക്കെതിരെ പ്രതിഷേധിച്ച ആൾക്കാരെ ബ്രൂട്ടലി കൊന്ന ആൾക്കാരാണ്. കഴിഞ്ഞ 40 വർഷമായിട്ട് ഇറാനെ ഒരു നല്ലൊരു സൊസൈറ്റിയിൽ നിന്നും അല്ലെങ്കിൽ നല്ല ഇക്കണോമിക് ഡെവലപ്മെന്റ് ആയ ഒരു രാജ്യത്തിൽ നിന്നും അതിനെ തിരിച്ച് ബാക്ക് ട്രാക്ക് അടിച്ച് നാശത്തിലേക്ക് കൊണ്ടുപോയ ഭരണാധികാരികളാണ്. അപ്പൊ അവർക്ക് ചേഞ്ച് വേണം എന്നുള്ള കാര്യത്തിൽ എല്ലാവരും എഗ്രി ചെയ്യുന്നു. എന്നാൽ എങ്ങനെയാണ് ആ ചേഞ്ച് കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യത്തിൽ നമ്മളിൽ പലരും ഡിസഗ്രി ചെയ്യുന്നു. എവിടെയാണെന്ന് കാണുന്നത്. ഏതായാലും ഇനി വരും നിമിഷങ്ങളിൽ, വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷനും ഇസ്രായേലും എടുക്കുന്ന തീരുമാനങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കോൺഫ്ലിക്റ്റിംഗ് റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഇസ്രായേലിന്റെ ഒബ്ജക്റ്റീവും അമേരിക്കയുടെ ഒബ്ജക്റ്റീവും തമ്മിൽ ഒരു ചെറിയ മിസ്മാച്ചും കൂടി ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം അമേരിക്കയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അവരുടെ മിലിറ്ററി കേപ്പബിലിറ്റിയെ കളയുക, പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ, ന്യൂക്ലിയർ കാര്യങ്ങൾ, ഫെസിലിറ്റികളൊക്കെ അടിച്ചുറക്കുക, പ്ലസ് റെജീമിനെ ചേഞ്ച് ചെയ്തില്ലെങ്കിലും ഡിക്കാപ്പിറ്റേഷൻ ചെയ്യുക എന്നുള്ള ലീഡർഷിപ്പിനെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഇസ്രായേൽ ഈ ഒരു അവസരത്തെ വേറൊരു രീതിയിലൂടെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്, അല്ലെ കാണുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതുവരെ ഇറാൻ, നമ്മൾ കഴിഞ്ഞ ഒരു 200 വർഷത്തെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇറാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു രാജ്യത്തെ പോയി ആക്രമിക്കുന്നില്ല. എന്നാൽ അതിലും മോശമായിട്ട് ഹിസ്ബുള്ളയും ഹൂതിയും അങ്ങനെയുള്ള ഹമാസ് അങ്ങനെയുള്ള ഇൻസർജൻസിനെ സപ്ലൈ ചെയ്തുകൊണ്ട് എല്ലാ മോറൽ ബാക്ക്ഗ്രൗണ്ട് ട്രെയിനിങ്ങും കൊടുത്തുകൊണ്ടിട്ട് മറ്റ് രാജ്യങ്ങളെ നാശനഷ്ടങ്ങൾ വരുത്തുന്ന, ഇൻക്ലൂഡിങ് അമേരിക്കൻ അസറ്റ്സിന് പോലും നാശനഷ്ടങ്ങൾ വരുത്തുന്ന ആ ഒരു സ്ട്രാറ്റജിയിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ വിചാരിക്കുന്നു ഈ ഒരു പിടുത്തത്തിൽ ലബനൻ ഏരിയയിൽ ഹിസ്ബുള്ളയും കൂടെ അടിച്ചൊതുക്കാനുള്ള ഒരു സമയമാണ്. ഈ ഒരു മൂവ്മെന്റ് കിട്ടത്തില്ല. കാരണം എപ്പോഴും അമേരിക്കയെ വിളിച്ചാൽ പലപ്പോഴും അമേരിക്ക ഇൻഡയറക്റ്റ് സപ്പോർട്ടേ കൊടുത്തുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൈപിടിച്ച് ഒരുപോലെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഇത് കംപ്ലീറ്റ് അടിച്ചൊതുക്കണം എന്നുള്ള ഒരു അഭിപ്രായം വരുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.